നിപ്പ വൈറസ് മൂലമുള്ള മരണം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത്. നിപ്പ വൈറസ് മൂലമുള്ള മരണം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത് ഏതാണ്? ചങ്ങരോത്താണ്. ഏതാണ്? ഓപ്ഷൻ എ ചങ്ങരോത്ത്. അടുത്ത ചോദ്യം, പക്ഷിക്കൂടുകളെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷിക്കൂടുകളെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? കാലിയോളജി. ഏത് പേരിലാണ്? കാലിയോളജി. മറക്കല്ലും. പക്ഷിക്കൂടുകളെ പറ്റിയുള്ള പഠനശാഖ ഏതാണ്? കാലിയോളജി. അടുത്ത ചോദ്യം, വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം ഏതാണ്? ഉത്തരം വെളുത്ത ഫോസ്ഫറസ്. ഉത്തരം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ്. ചോദ്യം മറക്കല്ലും. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകം. അടുത്ത ചോദ്യം, റബ്ബറിന് കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം. റബ്ബറിന് കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണത്? സൾഫർ ആണ്. ഏതാണ്? സൾഫർ. അടുത്ത ചോദ്യം, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചാപ്പി പിള്ള, ഭരതന്നൂർ കൃഷ്ണൻ എന്നിവരെ 1940 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്? ചോദ്യം ശ്രദ്ധിക്കണേ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചാപ്പി പിള്ള, ഭരതന്നൂർ കൃഷ്ണൻ എന്നിവരെ 1940 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്? അപ്പോൾ ഏത് സമരമായിട്ടായിരിക്കും? കല്ലറ പാങ്ങോട് സമരം. ഏത് സമരമാണ്? കല്ലറ പാങ്ങോട് സമരം. അടുത്ത ചോദ്യം, കർഷക നേതാവായ ചോട്ടൂറാമിൻ്റെ 64 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം. കർഷക നേതാവായ ചോട്ടൂറാമിൻ്റെ 64 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം. അപ്പോൾ എവിടെയായിരിക്കും? സാംബ്ല. എവിടെയാണ്? സാംബ്ല. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് അപ്പോൾ ആരായിരിക്കും? ആചാര്യ വിനോബ ഭാവെ. ആരാണ്? ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ജയിലിൽ കഴിയുന്നവർക്ക് തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് അവയവദാനം ചെയ്യാനുള്ള അനുമതി നൽകിയ ആദ്യ സംസ്ഥാനം. ജയിലിൽ കഴിയുന്നവർക്ക് തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് അവയവദാനം ചെയ്യാനുള്ള അനുമതി നൽകിയ ആദ്യ സംസ്ഥാനം. ഉത്തരം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം ഏതാണ്? ഗുവാഹത്തിയാണ്. ഏതാണ്? ഗുവാഹത്തി. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് മൊബൈൽ ഫോൺ സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് മൊബൈൽ ഫോൺ സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ് കേട്ടോ. ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഏതാണത്? മുഖത്തല. ഏതാണ്? മുഖത്തല. ചോദ്യം മറക്കല്ലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മുഖത്തല. അടുത്ത ചോദ്യം നോക്കാം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായിട്ട് സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കേരളമാണ്. ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലയിൽ വന്ന ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് നിലയിൽ വന്ന ജില്ല. ചോദ്യം മറക്കലും. കേരളത്തിൽ ആദ്യമായിട്ട് എന്താ ചോദ്യം? ജല ആംബുലൻസ് നിലയിൽ വന്ന ജില്ല. അപ്പോൾ ഏതാണ് ഉത്തരം? അത് ആലപ്പുഴ ജില്ലയാണ്. എവിടെയാണ് ഉത്തരം? ആലപ്പുഴയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘം രൂപീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘം രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഇതും ഏതാണ്? നമ്മുടെ കേരളമാണ്. ഉത്തരം ഏതാണ്? കേരളം. ചോദ്യം മറക്കല്ലും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട് സഹകരണ സംഘം രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാലും ഏതു തന്നെയാണ് ഉത്തരം? അതും കേരളം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ചെയ്യുന്നവർക്ക് നിയമപരിരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ചെയ്യുന്നവർക്ക് നിയമപരിരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് കർണാടകയാണ്. ചോദ്യം ഒരു കാരണവശാലും മറക്കലും. ചോദ്യം എന്താണ്? അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ചെയ്യുന്നവർക്ക് നിയമപരിരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് കർണാടകയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാണ്? അത് മലബാർ ആണ്. ഏതാണ്? മലബാർ. മറക്കല്ലും. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ഏതാണ് ഉത്തരം? അത് മലബാർ ആണ്. അടുത്ത ചോദ്യം. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണത്? അത് വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് പൊയ്കയിൽ യോഹന്നാൻ. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. മറക്കല്ലും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാ? പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ചോദ്യം. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ചോദിച്ചാൽ ആരാണത്? CP ഗോവിന്ദപിള്ള. ആരാണ്? CP ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം ശ്രദ്ധിക്കണേ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നെയ്യാറ്റിൻകരയിലാണ്. എവിടെയാണ്? നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാജാഥ നയിച്ചത്. ചോദ്യം ശ്രദ്ധിക്കണേ. വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവശിഖാജാഥ നയിച്ചത് ആരാണത്? അത് മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഏതിന്റെ ഭാഗമായിട്ടാണ്? വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവശിഖാജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം. കീഴരിയൂർ ബോംബ് കേസിനോടനുബന്ധിച്ച് സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക പ്രസിദ്ധീകരിച്ചത്. ചോദ്യം ശ്രദ്ധിക്കണേ. കീഴരിയൂർ ബോംബ് കേസിനോടനുബന്ധിച്ച് ഏതാ? സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഇതിലാരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഡോക്ടർ KB മേനോൻ. ആരാണ്? ഡോക്ടർ KB മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനോടനുബന്ധിച്ച് ഏതാ? സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഡോക്ടർ KB മേനോൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ. അപ്പൊ ആരായിരിക്കും? ഏത് ദിവാൻ ആയിരിക്കും അത്? ആരാ? CP രാമസ്വാമി അയ്യർ. ആരാണ്? CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ഉത്തരം? അത് മീനമാസത്തിലെ സൂര്യൻ. ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. അപ്പൊ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? അത് മീനമാസത്തിലെ സൂര്യൻ. അടുത്ത ചോദ്യം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. അപ്പോൾ അതാരായിരിക്കും? GD നോക്സ്. ആരാണ്? GD നോക്സ്. ചോദ്യം എങ്ങനെയാ? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണത്? GD നോക്സ്. അടുത്ത ചോദ്യം. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ചോദിച്ചാൽ ആരാണത്? ആദിത്യവർമ്മ. ആരാണ്? ആദിത്യവർമ്മ. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് രാജാവ് ആരാണ്? അത് ആദിത്യവർമ്മ. അടുത്ത ചോദ്യം. വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരാണ്. എവിടെയാണ്? തിരൂര്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള കേരള സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ടുള്ള കേരള സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പദ്ധതി ചോദിച്ചാൽ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? ചങ്ങാതിയാണ് കേട്ടോ. ഏതാണ്? ചങ്ങാതി. ചോദ്യം മറക്കലും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ടുള്ള കേരള സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പദ്ധതി ഏതാണത്? ചങ്ങാതി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് മഗ്നീഷ്യം ആണ് കേട്ടോ. ഏതാണ്? മഗ്നീഷ്യം. ചോദ്യം മറക്കലും. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അത് മഗ്നീഷ്യം. അടുത്ത ചോദ്യം, തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഏത്? തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് ഒമ്പ് മരമാണ് കേട്ടോ. ഏതാണ്? ഒമ്പു. ഓക്കെ. അപ്പോൾ തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ചോദിച്ചാൽ ഏതാണ്? ഒമ്പ് മരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്കുള്ള ആശുപത്രി നിലവിൽ വന്ന സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്കുള്ള ആശുപത്രി നിലവിൽ വന്ന സ്ഥലം ചോദിച്ചാൽ എവിടെ വരുന്നേ? അത് മധുരയിലാണ് കേട്ടോ. എവിടെയാണ്? മധുരയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട്. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് ഏതാണത്? വേഗ 120 ആണ് കേട്ടോ. ഏതാണ്? വേഗ 120 ആണ്. ചോദ്യം മറക്കല്ല. കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ AC ബോട്ട് ഏതാണ്? വേഗ 120. ഏതാണ്? വേഗ 120. അടുത്ത ചോദ്യം, സംസ്കൃതത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കാൻ 2019 ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏത്? സംസ്കൃതത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കാൻ 2019 ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതായിരിക്കും? അത് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശ് ആണേ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഉൽക്കാപതനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകമേത്? ചോദ്യം മറക്കല്ലും. ചോദ്യം എങ്ങനെയാണ്? ഉൽക്കാപതനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകം. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് ലോണാർ. ഏതാണ്? ലോണാർ. ഓക്കെ.